അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയം നിറഞ്ഞ സഹോദരങ്ങളെ, പ്രാർത്ഥന അല്ലാഹുവോട് മാത്രം എന്ന വിഷയം ഇവിടെ സമഗ്രമായി അവതരിപ്പിക്കപ്പെട്ടു. ഇനി ആ വിഷയത്തിലേക്കുള്ള ചോദ്യങ്ങളുടെ അവസരമാണ്. അത്താണിക്കൽ പ്രദേശത്ത് ഇങ്ങനെ ഒരു പരിപാടി, അല്ലെങ്കിൽ ഇതിന്റെ ചുറ്റുഭാഗത്ത് മോങ്ങം, മൊറയൂര് പോലെയുള്ള അങ്ങാടികളിൽ തന്നെയും ഈ പരിസര പ്രദേശങ്ങളിൽ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു പരിപാടി സംഘടിപ്പിക്കപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഈ പരിപാടി നടക്കുന്ന അത്താണിക്കൽ പ്രദേശത്തുള്ള സഹോദരങ്ങൾക്കാണ് ഞങ്ങൾ ആദ്യം അവസരം നൽകാൻ ഉദ്ദേശിക്കുന്നത്. ഇവിടെ അവതരിപ്പിക്കപ്പെട്ട വിഷയത്തിൽ ഊന്നി നിന്നുകൊണ്ടോ അതല്ലെങ്കിൽ സമസ്തക്കാരുമായി തർക്കത്തിലുള്ള ഏത് വിഷയമാണെങ്കിലും അവർക്ക് സംശയമുള്ള ചോദ്യങ്ങൾ, സംശയമുള്ള കാര്യങ്ങൾ അത് നിശ്ചയിക്കപ്പെട്ട സ്ഥലത്ത് വന്നുകൊണ്ട് വളരെ തുറന്ന മനസ്സോടുകൂടി മുൻധാരണകളില്ലാതെ ഹക്ക് മനസ്സിലാക്കി ബാത്തിലിനെ വെടിയണം എന്ന ഒരൊറ്റ ചിന്ത കൊണ്ട് ആ ചോദ്യം ചോദിക്കുവാൻ ചോദ്യകർത്താക്കളെ ഞങ്ങൾ ക്ഷണിക്കുകയാണ്. ആദ്യത്തെ ചാൻസ്, അല്ലെങ്കിൽ ഇതിൽ ഒന്നാമത്തെ മുൻഗണന അത്താണിക്കൽ പ്രദേശത്തുള്ള ആളുകൾക്കായിരിക്കും. അവരില്ലെങ്കിലാണ് മറ്റുള്ള സ്ഥലത്തുള്ള ആളുകൾക്ക് കൊടുക്കാൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. ചോദ്യകർത്താക്കളെ ക്ഷണിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹാബത്തിഹി അജ്മഈൻ. അമ്മാ ബഅദു ഫഇന്ന ഖൈറൽ ഹദീസി കിതാബുല്ലാഹ് വഅസ്തഖസ് സുനനി സുന്ന മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വശർറൽ ഉമൂരി മുഹ്ദസാതുഹാ വകുല്ല മുഹ്ദസത്തിൻ ബിദ്അ വകുല്ല ബിദ്അത്തിൻ ളലാല വകുല്ല ളലാലത്തിൻ ഫിന്നാർ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ഖുൽ ഇന്നമാ അദ്ഉ റബ്ബി വലാ ഉശ്രികു ബിഹി അഹദ. പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, ചോദ്യകർത്താക്കൾ ആരെയും കാണാത്തത് കൊണ്ടാണ് ഞാനൊരല്പനേരം സംസാരിക്കാൻ വേണ്ടി എണീറ്റ് നിന്നിട്ടുള്ളത്. ചോദ്യകർത്താവ് വന്നാൽ അപ്പോൾ വിവരം അറിയിക്കുക, അപ്പോൾ തന്നെ ഞാൻ എന്ത് ചെയ്യും, പ്രസംഗം നിർത്തും. മുജാഹിദുകളെ സംബന്ധിച്ചിടത്തോളം എക്കാലത്തുമുള്ള ഒരു ചർച്ചാ വിഷയമാണ് ഈ അത്താണിക്കൽ പ്രദേശത്ത് നമ്മൾ മുഖാമുഖത്തിന് വിഷയമായി തെരഞ്ഞെടുത്തിട്ടുള്ളത്. അള്ളാഹുവോട് മാത്രം പ്രാർത്ഥിക്കണം. കാരണം പ്രാർത്ഥന ഇബാദത്താണ്. ഇബാദത്ത് അള്ളാഹു അല്ലാത്ത ആർക്കും അർപ്പിക്കാൻ പാടില്ല. അതാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ഇസ്ലാമിലെ ഒന്നാമത്തെ കലിമയുടെ താല്പര്യം. അങ്ങനെ അർപ്പിച്ചാൽ അത് മനുഷ്യൻ ചെയ്യുന്ന പാപങ്ങളിൽ ഏറ്റവും വലിയ പാപമായ ശിർക്ക് എന്ന പാപത്തിലാണ് കെടുക. കാരണം ഇബാദത്ത് അള്ളാഹു അല്ലാത്തവർക്ക് അർപ്പിക്കുന്നത് അള്ളാഹുവിന്റെ അധികാരാവകാശങ്ങളിൽ സൃഷ്ടികൾക്ക് പങ്കു നൽകലാണ്. അത് ശിർക്കാണ്. ഇന്ന ശിർക ലദുൽമുൻ അദീം. ശിർക്ക് ഗുരുതരമായ അക്രമമാണ്. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്ന് ഓരോ നമസ്കാരത്തിലും പ്രതിജ്ഞയെടുക്കുന്ന, സൂറത്തുൽ ഫാത്തിഹയിൽ നമ്മൾ ഓരോരുത്തരും പലവട്ടം ആവർത്തിക്കുന്ന പ്രതിജ്ഞ, നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു, നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടുന്നു. ഇബാദത്തിനെ മൊത്തത്തിൽ ആദ്യം പറഞ്ഞു, പിന്നെ ഇബാദത്തിൽപ്പെട്ട ഇസ്തിആനത്ത്, പ്രാർത്ഥനയുടെ അർത്ഥത്തിലുള്ള ഇസ്തിആനത്തിനെ രണ്ടാമതും പറഞ്ഞു. അത് രണ്ടും അല്ലാഹുവിനോട് മാത്രമേ പാടുള്ളൂ എന്നാണ് ഓരോ നമസ്കാരത്തിലും ഖിബിലക്കു നേരെ തിരിഞ്ഞു നിന്ന് ഒളുവെടുത്ത് നെഞ്ചത്തു കൈവച്ച് നമ്മൾ പ്രതിജ്ഞ എടുക്കുന്നത്. ഈ പ്രതിജ്ഞയ്ക്ക് വിരുദ്ധമായി ഒരു മുസ്ലിം അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കുകയോ അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥനയുടെ അർത്ഥത്തിലുള്ള സഹായതേട്ടം നടത്തുകയോ ചെയ്താൽ അത് ഗുരുതരമായ തെറ്റാണ്. വൻ പാപങ്ങളിൽ വെച്ച് ഒന്നാമത്തെ പാപമാണ്. അതുകൊണ്ട് അയാൾക്ക് സ്വർഗം നഷ്ടമാകും, അയാൾ നരകം ഉറപ്പാകും. അയാളുടെ മറ്റ് കർമ്മങ്ങളൊക്കെ, അയാൾ ചെയ്തു പോയിട്ടുള്ള മുഴുവൻ സൽക്കർമ്മങ്ങളും പൊളിഞ്ഞു പോകും എന്നാണ് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നത്. ഈ കാര്യത്തിൽ, അഥവാ ശിർക്ക് ഗുരുതരമായ കുറ്റമാണെന്ന കാര്യത്തിൽ ഇവിടെ സമസ്തക്കാർക്കും എതിരഭിപ്രായമില്ല. നിസ്തർക്കം മുസ്ലിമീങ്ങളൊക്കെ അംഗീകരിക്കുന്ന കാര്യമാണ്. എന്ത്? യഥാർത്ഥത്തിൽ നിസ്തർക്കം എല്ലാവരും അംഗീകരിക്കുന്ന കാര്യമാണ്
പ്രാർത്ഥന അള്ളാഹുവോട് മാത്രമേ പാടുള്ളൂ, ശിർക്ക് ഗുരുതരമായ പാപമാണ് എന്നത്. ഈ ശിർക്കിനെ സംബന്ധിച്ച് ഞങ്ങൾക്കും ബോധമുണ്ട്, പക്ഷെ ഞങ്ങൾ ചെയ്യുന്നത് ശിർക്കല്ല എന്നാണ് സമസ്തക്കാര് പറയുന്നത്. മുഹ്യിദ്ദീൻ ശൈഖെ രക്ഷിക്കണേ, ബദരികളെ കാക്കണേ എന്നിങ്ങനെ ഞങ്ങൾ ആളുകൾ പ്രാർത്ഥിക്കാറുണ്ട്, അല്ലെങ്കിൽ ഇസ്തിഗാസ നടത്താറുണ്ട്. പക്ഷേ ഞങ്ങളുടെ വിശ്വാസം അവരൊന്നും ഇലാഹല്ല. ഷെയ്ഖ് മുഹ്യിദ്ദീൻ അബ്ദുൽ ഖാദർ ജീലാനി അദ്ദേഹം ഇലാഹാണെന്ന് ഞങ്ങൾക്ക് വിശ്വാസമില്ല. ഇലാഹ് അല്ലാഹു മാത്രമാണെന്നാണ് സമസ്തക്കാരായ ഞങ്ങൾ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് ഞങ്ങളുടെ ആ വിളി ഒരിക്കലും തന്നെ പ്രാർത്ഥനയല്ല, അതുകൊണ്ട് തന്നെ ശിർക്കുമല്ല. കണ്ടോ, എന്താണ് ഇലാഹാണെന്നുള്ള വിശ്വാസം? ഇലാഹാണെന്ന് വിശ്വസിച്ചാലേ ഒരു വിളി ഇബാദത്താവുകയുള്ളൂ, ശിർക്കാവുകയുള്ളൂ എന്ന് മുസ്ലിം പണ്ഡിതന്മാർ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? പറഞ്ഞിട്ടില്ല. മറിച്ച് ഇലാഹായ അള്ളാഹുവിന് നൽകേണ്ട ഒരു കാര്യം അള്ളാഹുവല്ലാത്ത അവന്റെ ഏതെങ്കിലും ഒരു പടപ്പിന് നൽകിയാൽ ആ പടപ്പിനെ ഇലാഹാക്കൽ വന്നു, പിന്നെ ഇലാഹാണെന്ന് വിശ്വസിക്കുന്നില്ല എന്ന വാദത്തിന് യാതൊരു അർത്ഥവുമില്ല. ഒരാൾ മുഹ്യിദ്ദീൻ ശൈഖിനോട് അള്ളാഹിനോട് ചോദിക്കുന്ന ഒരു കാര്യം ചോദിച്ചാൽ മുഹ്യിദ്ദീൻ ശൈഖ് ഇലാഹായി മാറിക്കഴിഞ്ഞു. ഒരാൾ ബദരീങ്ങളോട് റബ്ബിനോട് ചോദിക്കേണ്ട ഒരു കാര്യം ചോദിച്ചാൽ ബദരീങ്ങൾ ഇലാഹായി മാറിക്കഴിഞ്ഞു. ഞാനെങ്ങനെ വിശ്വസിക്കുന്നില്ല എന്ന് പറയുന്നതിന് യാതൊരു അർത്ഥവുമില്ല. അത് ആളുകളെ പൊട്ടീസാക്കാൻ വേണ്ടി പറയുന്ന ഒരു ദുർന്യായം മാത്രമാണ്. പിന്നെ നിങ്ങൾക്കറിയാം, പണ്ട് മുതൽക്കേ പറഞ്ഞു വരുന്ന ഒരു ന്യായം, മുഹ്യിദ്ദീൻ ശൈഖിന് സ്വന്തം കഴിവുണ്ട് എന്ന് ഞങ്ങൾക്ക് വിശ്വാസമല്ല, ബദരീങ്ങൾക്ക് സ്വന്തം കഴിവുണ്ട് എന്ന് നമുക്ക് വിശ്വാസമല്ല. മറിച്ച് നമ്മുടെ വിശ്വാസം അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുത്ത കഴിവിൽ നിന്നും അള്ളാഹുവിന്റെ അമ്പിയാക്കൾ, ഔലിയാക്കൾ പോലത്തെ മഹാന്മാർ ഞങ്ങളെ സഹായിക്കുമെന്നാണ് ഞങ്ങളുടെ വിശ്വാസം. ആ നിലക്കാണ് ഞങ്ങൾ ചോദിക്കുന്നത്. മുഹ്യിദ്ദീൻ ശൈഖിന് സ്വന്തം കഴിവുണ്ടെന്നോ അദ്ദേഹം സ്വയം പര്യാപ്തനാണെന്നോ സ്വയം കഴിവുള്ള ആളാണെന്നോ ഞങ്ങൾ അംഗീകരിക്കുന്നില്ല, വിശ്വസിക്കുന്നില്ല എന്നാണ്. കണ്ടോ, അതല്ലേ ഇപ്പോൾ അടുത്ത കാലത്ത് കാന്തപുരം വിഭാഗക്കാര് പറയുന്ന സ്വമതിയ്യത്ത്. എന്താ അത്? സ്വമത്, സ്വയം കഴിവുള്ളവൻ, സ്വയം പര്യാപ്തൻ, മറ്റാരെയും ആശ്രയിക്കേണ്ടതില്ലാത്ത, പരാശ്രയമില്ലാത്തവൻ, അത് അള്ളാഹു ആണെന്നാ ഞങ്ങളുടെ വിശ്വാസം. മുഹ്യിദ്ദീൻ ശൈഖ് സമതല്ല, ബദരീങ്ങൾ സ്വമതല്ല, മുനമ്പത്ത് ബീവി സ്വമതല്ല, സ്വമത് അള്ളാണെന്നാ ഞങ്ങൾ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് സ്വമതിയത്ത് കൽപ്പിക്കാത്തിടത്തോളം കാലം മഹാന്മാരോടുള്ള ഈ ഇസ്തിഗാസ ശിർക്കാക്കാൻ ഒരു വകുപ്പുമില്ല എന്നാണ്. മണ്ണാർക്കാട് വെച്ച് 2004 നടന്ന സംവാദത്തിൽ അന്ന് കേരളത്തിലുടനീളം സുലൈമാൻ സഖാഫി മാളിയക്കലും അലവി സഖാഫി കൊളത്തൂരും മുഖാമുഖങ്ങൾ നടത്തിയിട്ടുണ്ടായിരുന്നു. 200ഓളം മുഖാമുഖം നടത്തിയ ശേഷമാണ് ഞങ്ങൾ വാദപ്രതിവാദത്തിന് വേണ്ടി മണ്ണാർക്കാട് ഇരിക്കുന്നത്. അന്ന് ഞങ്ങളുടെ സംവാദ സമയത്ത് ഒന്നാമത്തെ ഞങ്ങളുടെ ചോദ്യം തന്നെ, ഖുർആൻ അവതരിപ്പിക്കപ്പെടുന്ന കാലത്തുള്ള മുശ്രിക്കുകൾ അവർ ആരാധിച്ചിരുന്ന അവരുടെ ആരാധ്യന്മാർക്ക് സ്വമതിയത്ത് വകവെച്ചു കൊടുത്തിരുന്നു, സ്വയം പര്യാപ്തതയും സ്വയം കഴിവും വകവെച്ചു കൊടുത്തിരുന്നു എന്നതിന് ഖുർആനിലോ ഹദീസിലോ വല്ല തെളിവുമുണ്ടോ എന്നായിരുന്നു. മണിക്കൂറുകൾ കാത്തു നിന്നിട്ടും അതിന് മാന്യമായൊരു മറുപടി പറയാൻ അവർക്ക് സാധിച്ചില്ല. റാസിയിലെ ഒരു ഇബാറത്ത് വായിച്ചിട്ട് അള്ളാഹുവിന്റെ അനുമതി കൂടാതെ തന്നെ ഞങ്ങളുടെ ആരാധ്യന്മാർ അള്ളാഹുവിന്റെ അടുക്കൽ ശുപാർശ ചെയ്യുമെന്ന വിശ്വാസം അവർക്കുണ്ടായിരുന്നു എന്ന ഒരു ഇബാറത്ത് വായിച്ച് വ്യാഖ്യാനിക്കാനാണ് ശ്രമിച്ചത്. ഞങ്ങൾ ആ വ്യാഖ്യാനം കൊണ്ട് തന്നെ മറിച്ചിട്ടു. അള്ളാഹുവിന്റെ അടുക്കൽ ശുപാർശ ചെയ്ത് നേടിത്തരും, പക്ഷെ ആ ശുപാർശക്ക് മുൻകൂട്ടിയുള്ള പടച്ചോന്റെ അനുമതി വേണ്ടതില്ല. ഇതായിരുന്നു മക്കക്കാരുടെ വിശ്വാസം. അപ്പൊ മക്കക്കാരുടെ ആരാധ്യന്മാർക്ക് സ്വന്തം കഴിവുണ്ടെങ്കിൽ പിന്നെ അള്ളാന്റെ അടുക്കൽ നിന്ന് ശുപാർശ ചെയ്ത് വാങ്ങിത്തരേണ്ട പ്രശ്നമില്ലല്ലോ. അപ്പൊ ശുപാർശ എന്ന വിഷയം വരുന്നതോട് കൂടി തന്നെ സ്വയം കഴിവ് പൊളിഞ്ഞില്ലേ എന്ന് ഞങ്ങൾ ചോദിച്ചപ്പോൾ അത് മുസ്ലിയാക്കന്മാർക്ക് അംഗീകരിക്കേണ്ടി വന്നു. ഇമാം മുസ്ലിം കിതാബുൽ ഹജ്ജിൽ ഉദ്ധരിച്ച മക്കാ മുശ്രിക്കുകളുടെ തൽബിയത്തുമായി ബന്ധപ്പെട്ടൊരു ഹദീസ് ഞങ്ങൾ അന്ന് അവിടെ വായിച്ചിരുന്നു. അതായത് അവർ കഅബ തവാഫ് ചെയ്യുമ്പോൾ ചൊല്ലിയിരുന്ന തൽബിയത്ത്, ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക ഇല്ലാ ശരീകൻ ഹുവ ലക. നമ്മുടെ തൽബിയത്തിന്റെ അതേ തുടക്കം, അല്ലാഹുവേ നിന്റെ വിളിക്കുത്തരം ചെയ്ത് ഞങ്ങൾ ഇതാ വന്നിരിക്കുന്നു, നിനക്ക് യാതൊരു പങ്കാളികളുമില്ല. അവിടെ എത്തിയപ്പോ റസൂല് പറഞ്ഞു, കദിൻ കദിൻ, മതി മതി, നിർത്തു നിർത്തു. പക്ഷെ അവര് നിർത്തിയില്ല. അവരുടെ വിശ്വാസം അള്ളാഹ്ക്ക് ശരീക്കുണ്ട് എന്നാണ്, അള്ളാഹ്ക്ക് പങ്കാളിയുണ്ട്, ശിർക്ക് തെറ്റല്ല എന്ന് അവരുടെ വാദം. അതുകൊണ്ട് അവർ ഇത്രയും കൂടി പറഞ്ഞു, ഇല്ലാ ശരീക്കൻ, ഒരു പങ്കുകാരൻ നിനക്കുണ്ട്. ആ പങ്കുകാരന്റെ അവസ്ഥ എന്താ? ഹുവ ലക, ആ പങ്കുകാരൻ പടച്ചോനെ നിനക്കുള്ളതാണ്. തംലിക്കുഹു, ആ പങ്കുകാരനെ നീ ഉടമപ്പെടുത്തുന്നു.
വമാ മലക്ക, പങ്കുകാരൻ എന്തിനെയൊക്കെ ഉടമപ്പെടുത്തുന്നുവോ അതിന്റെ ഉടമസ്ഥനും യഥാർത്ഥത്തിൽ നീയാണ്. അപ്പൊ സ്വന്തമായ ഉടമസ്ഥതയിൽ ഒന്നുമില്ല അവർക്ക്, ഒക്കെ അള്ളാന്റെ ഉടമസ്ഥതയിലുള്ളതാണ്. അപ്പൊ ഞങ്ങളുടെ പങ്കുകാർക്ക് സ്വന്തമായ ഉടമസ്ഥതയിൽ ഒന്നുമില്ല. റബ്ബ മാലിക്കായ അള്ളാഹു ആണ് അവരെയും കൂടി ഉടമസ്ഥതയിൽ വെച്ചിരിക്കുന്നത് എന്നാണ്. ഇത് ഞങ്ങൾ ചോദിച്ചു, പൊളിഞ്ഞില്ലേ നിങ്ങളെ സ്വമതീയത്വവാദം? അള്ളാഹു കൊടുത്ത കഴിവ് കൊണ്ട് സഹായിക്കുന്ന, അള്ളാഹുവിന്റെ കീഴിലും അധീനത്തിലുമുള്ള പങ്കുകാരിലാണ് മക്കാർ വിശ്വസിച്ചിരുന്നത്. അവർ ലാത്തക്കോ ഉസ്സക്കോ മനാത്തക്കോ ഇബ്രാഹിം നബിക്കോ ഇസ്മായിൽ നബിക്കോ അവർ വിളിച്ചു പ്രാർത്ഥിച്ചിരുന്ന മഹാന്മാർക്ക് ഒന്നിനും തന്നെ സ്വമതീയത്ത് കൽപ്പിച്ചിരുന്നില്ല എന്ന് ഈ ഒരൊറ്റ ഹദീസ് കൊണ്ട് തെളിഞ്ഞില്ലേ? വമാ യുഅ്മിനു അക്തറുഹും ബില്ലാഹി ഇല്ലാ വഹും മുശ്രികൂൻ. മക്കയ്യക്കാരായ മുശ്രിക്കുകൾ അധികം ആളുകളും അല്ലാഹുവിൽ വിശ്വസിക്കുന്നത് അവനിൽ പങ്കു ചേർക്കുന്നവരായിക്കൊണ്ടാണ് എന്ന സൂറത്ത് യൂസുഫിലെ 106-ാമത്തെ ആയത്തിൽ പോലും അവർ ചെയ്ത ശിർക്കിന് തെളിവായിട്ട് ഈ തൽബിയത്തല്ലേ എടുത്തു കൊടുത്തിട്ടുള്ളത് എന്ന് ജലാലൈനി ഉദ്ധരിച്ചുകൊണ്ട് ഞങ്ങൾ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ സമദിയത്ത് വാദം അന്ന് പൊളിഞ്ഞു പാളീസായി ഞങ്ങളുടെ മുമ്പിൽ. അത് പിന്നെ ഉയർത്തി കൊണ്ടുവരാൻ ഇന്ന് വരെ സമസ്തക്കാർക്ക് മണ്ണാർക്കാട് സംവാദത്തിന് ശേഷം സാധിച്ചിട്ടില്ല. അന്ന് സംവാദത്തിൽ വലിയ റോള് വഹിച്ച സുലൈമാൻ സഖാഫി മാളിയക്കൽ വർഷങ്ങളോളം പ്രസംഗ രംഗത്ത് നിന്ന് തന്നെ മാറി നിൽക്കുന്നതാണ് പിന്നീട് കേരളം കണ്ടത്. ഇപ്പൊ കുറേശ്ശെ അങ്ങനെ പ്രത്യക്ഷപ്പെടാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിലും പഴയ വീറും ആവേശവും അദ്ദേഹത്തിന് കിട്ടുന്നില്ല. യഥാർത്ഥത്തിൽ സമദിയത്വവാദം പഴയ വീഞ്ഞ് പുതിയ കുപ്പിയിൽ എന്ന് പറഞ്ഞതുപോലെ കൊടുത്ത കഴിവെന്നാണ് ഞങ്ങൾ ചോദിക്കുന്നത് എന്ന പഴയ അസം മുസ്ലിയാര കാലത്തുള്ള വാദം അതൊന്ന് മിനുക്കി തുടച്ച് പുതിയ കുപ്പിയിലാക്കിയതായിരുന്നു. അത് പൊളിഞ്ഞു പാളീസായി. മാത്രമല്ല EK വിഭാഗം അവിടെ ചെറിയ ഒരു മാറ്റം വരുത്തി. AP വിഭാഗം പറഞ്ഞത് തന്നെ നമ്മളും പറഞ്ഞ മോശല്ലേ. അവര് സമദിയത്ത് പറയുമ്പോ നമ്മൾ വേറൊന്ന് പറയണ്ടേ. അവരെന്ത് പറഞ്ഞു എന്നറിയോ? പരമമായ അനുഗ്രഹദാതാവെന്ന് വിശ്വസിച്ചുകൊണ്ട് നമ്മൾ ചോദിച്ചാൽ അത് മാത്രമേ ഇബാദത്താവുകയുള്ളൂ. അപ്പൊ മൊഹിയുദ്ദീൻ ശൈഖോ ബദരീകളോ മമ്പറത്തങ്ങളോ പരമമായ അനുഗ്രഹം ദാതാക്കളാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നില്ല. അതുകൊണ്ട് അവരോട് ഞങ്ങൾ ചോദിക്കുന്നത് ശിർക്കല്ല. അവരോടും ഞങ്ങൾ ഇതേ ചോദ്യം തിരിച്ചു ചോദിച്ചു. ശരി, ഇസ്ലാമിലെ തൗഹീദ് പഠിപ്പിക്കാൻ ഖുർആൻ ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത് മക്ക മുശ്രിക്കുകളുടെ വിശ്വാസത്തെയാണല്ലോ. മക്ക മുശ്രിക്കുകളുടെ വിശ്വാസത്തെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണല്ലോ ഇസ്ലാം തൗഹീദും ശിർക്കും പഠിപ്പിച്ചത്. ആ മക്ക മുശ്രിക്കുകൾ അവർ ആരാധിച്ചിരുന്ന ആരാധ്യന്മാർക്ക് സ്വയം പര്യാപ്തത വകവെച്ചു കൊടുത്തിരുന്നോ എന്ന ചോദ്യം പോലെ തന്നെ അവർ തങ്ങളുടെ ആരാധ്യന്മാർ പരമമായ അനുഗ്രഹം ചെയ്യുന്നവരാണ് എന്ന് വാദിച്ചിരുന്നോ? അതിന് മറുപടി പറയാൻ 2002 ചന്ദ്രികയിൽ എഴുതി ആര്? അബ്ദുൽ ഹമീദ് ഫൈസി അമ്പലക്കടവ്. തൗഹീദിന്റെ യാഥാർത്ഥ്യം എന്ന പേരിൽ മടവൂർ വിഭാഗം പിരിഞ്ഞു പോയ സമയത്ത് ജിന്നും ശൈത്താനും മുഖ്യ വിഷയമാക്കി എടുത്തുകൊണ്ട് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ തൗഹീദ് പൊളിഞ്ഞു, അവർക്കിനി സമസ്തയിൽ ലയിക്കുന്നതാണ് നല്ലത് എന്ന് പറഞ്ഞുകൊണ്ട് അവഹേളിച്ചുകൊണ്ട് പരിഹസിച്ചുകൊണ്ട് ലേഖനം എഴുതി. മുജാഹിദുകൾ പുതിയ നിർവചനം കൊണ്ടുവന്നു തൗഹീദിന്. 1935 മരിച്ച സയ്യിദ് റഷീദിൽ കൊണ്ടുവന്ന പുതിയ നിർവചനമാണ് കേരളത്തിലെ മുസ്ലിം സമുദായത്തിൽ പ്രശ്നമുണ്ടാക്കിയത് എന്ന് വാദിച്ചുകൊണ്ട് മുജാഹിദുകളുടെ പുതിയ തൗഹീദാണ് ഉമ്മത്തിൽ ഭിന്നിപ്പിന് തുടക്കം കുറിച്ചു എന്ന് വാദിച്ചു. അന്ന് ഈ ഉള്ളവർ അതിന് മറുപടി എഴുതി ചന്ദ്രികയിൽ. അന്ന് ഫൈസി വാദിച്ചത് എന്താണ്? പരമമായ അനുഗ്രഹദാതാവെന്ന വിശ്വാസം ഞങ്ങൾക്കില്ലാത്തത് കൊണ്ട് ഞങ്ങളുടെ ഈ വിളിയൊന്നും ബദരീങ്ങളെ വൈദീശേഖ എന്ന വിളിയൊന്നും യഥാർത്ഥത്തിൽ ശിർക്കാവുന്നില്ല എന്നാണ്. അന്ന് ഞങ്ങൾ ചോദിച്ച ചോദ്യത്തിനും മാന്യമായി മറുപടി പറയാൻ അവർക്ക് സാധിച്ചില്ല. ഇപ്പോൾ സമസ്തയുടെ രണ്ടു കൂട്ടരെയും വിമർശിച്ചുകൊണ്ട് സമസ്തയിൽ നിന്ന് പുറത്തു പോയിട്ടുള്ള സംസ്ഥാന കേരള ജമിയത്തുലുമായി എന്നറിയപ്പെടുന്ന ആനസുന്നി, അവരെ വാദം മറ്റൊന്നാണ്. ഇതിന്റെ മറ്റൊരു പതിപ്പ്. ഇവർ രണ്ടു കൂട്ടരും പറയാത്ത മറ്റൊരു വാദം, വിളിച്ചു പ്രാർത്ഥിക്കപ്പെടുന്ന മഹാന്മാർ റബ്ബാണെന്ന് വിശ്വസിക്കണം, എന്നാലേ ശിർക്കാകുള്ളൂ. അപ്പോൾ ഞങ്ങൾ ഇതേ ചോദ്യം ചോദിച്ചു. മക്കയിലെ മുശ്രിക്കുകൾ അവർ വിളിച്ചു പ്രാർത്ഥിച്ചിരുന്ന മഹാന്മാർ റബ്ബാണെന്ന് വിശ്വസിച്ചിരുന്നോ? അതിന് മറുപടി പറയാൻ സാധിച്ചിട്ടില്ല. അതുകൊണ്ട് സുഹൃത്തുക്കളെ, ഈ വക ന്യായങ്ങൾ പറഞ്ഞുകൊണ്ട് മുസ്ലിം ഉമ്മത്തിനെ ശിർക്കിൽ തളച്ചിടാനാണ് യഥാർത്ഥത്തിൽ ഇവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന്റെ പൊള്ളത്തരം തുറന്നു കാട്ടുകയാണ് ഈ മുഖാമുഖങ്ങളിലൂടെ ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. ഇവിടെ എഴുതി കിട്ടിയ ഒരു ചോദ്യം വായിച്ച് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഒരു മുജാഹിദ് വനിത എഴുതി തന്നതാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഞാനൊരു മുജാഹിദ് കുടുംബത്തിൽപ്പെട്ടതാണ്. മുജാഹിദ് മദ്രസയിൽ പഠിച്ച് ഉയർന്ന മതപഠനവും കരസ്ഥമാക്കിയിട്ടുണ്ട്. അന്നു മുതൽ ഇന്നേ വരെ ഞാൻ പഠിച്ചത് അള്ളാഹുവിനോട് മാത്രമേ പ്രാർത്ഥിക്കാവൂ എന്നാണ്. എന്നാൽ ജിന്നുകളോട് പ്രാർത്ഥിച്ചാൽ ശിർക്കല്ല എന്ന് കേൾക്കുന്നു. ജിന്ന് ആ സ്ഥലത്ത് ഉണ്ടെന്ന് സങ്കല്പിച്ച് ഒരാൾ ജിന്നിനോട് പ്രാർത്ഥിച്ചാൽ അത് ശിർക്കല്ലേ?
കാരണം നമ്മൾ ജിന്നിനെ കാണുന്നില്ല, നമ്മൾക്ക് കാണാനും കഴിയില്ല. കാണാൻ കഴിയാത്ത സ്ഥിതിക്ക് ഒരാൾ ജിന്നിനോട് ജിന്നെ എന്നെ രക്ഷിക്കണേ എന്ന് പറഞ്ഞാൽ അത് ശിർക്കോ അതോ ശിർക്കല്ലയോ? ഇതിന് ഞാൻ ശരിയായ രൂപത്തിൽ ഉത്തരം കിട്ടുവാൻ ആഗ്രഹിക്കുന്നു. ഈ സഹോദരിയുടെ ചോദ്യം യഥാർത്ഥത്തിൽ ഇവിടെ ഞങ്ങളെ സംബന്ധിച്ച് ശിർക്കാരോപണം ഉന്നയിച്ച മൗലവിമാരുടെ വായിൽ നിന്ന് കിട്ടിയതാണ്. ജിന്നുകളോട് വിളിച്ച് പ്രാർത്ഥിക്കാം, അത് ശിർക്കല്ല എന്നൊരു വാദം, പുതിയൊരു വാദം ഞങ്ങൾ മുജാഹിദ് പ്രസ്ഥാനത്തിലേക്ക് കൊണ്ടുവന്നുവെന്നും അതാണ് പ്രസ്ഥാനത്തിൽ ഇപ്പോൾ അടുത്തുണ്ടായ പ്രശ്നങ്ങൾക്ക് കാരണമെന്നുമാണ് അവർ പറഞ്ഞത്. ടി പി അബ്ദുള്ള കോയ മദനി കഴിഞ്ഞ ഏപ്രിൽ മാസം സത്യധാര എന്ന് പറയുന്ന SKSSF മാസികയിൽ കൊടുത്ത അഭിമുഖത്തിൽ വാദിച്ചത് ഇങ്ങനെയാണ്: ജിന്നുകളോട് പ്രാർത്ഥിക്കാമെന്നും അത് ശിർക്കല്ലെന്നും അത് ഹറാമോ വസീലത്ത് ശിർക്കോ മാത്രമേ ആവുകയുള്ളൂ എന്നും വാദിച്ചുകൊണ്ട് ഒരു കൂട്ടർ രംഗത്ത് വന്നു. അതാണ് സംഘടനയിൽ പ്രശ്നത്തിന് കാരണമെന്നാണ് ടി പി അബ്ദുള്ള കോയ മദനി പറഞ്ഞത്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, ജിന്നെ രക്ഷിക്കണേ എന്ന് പ്രാർത്ഥിച്ചാൽ അത് ശിർക്ക് തന്നെയാണ്, അത് ശിർക്കല്ല എന്ന് ആരും പറഞ്ഞിട്ടില്ല. ജിന്നുകളോട് പ്രാർത്ഥിച്ചാൽ അത് ഹാളിറായ ജിന്നായാലും ശരി, സ്ഥലത്ത് ഇല്ലാത്ത ജിന്നായാലും ശരി, അത് ശിർക്ക് തന്നെയാണ്, അതിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് സഹോദരി അങ്ങനെ തെറ്റിദ്ധരിക്കേണ്ട, അത് ആരും ഇവിടെ പറഞ്ഞിട്ടുമില്ല. ഇനി പ്രാർത്ഥനയല്ലാത്ത സഹായതട്ടം നടത്താൻ പാടുണ്ടോ? അതും പാടില്ല, അത് ശിർക്കിലേക്ക് പോകുന്ന പ്രവർത്തനമാണ്. അതുകൊണ്ട് ആ നിലക്കുള്ള സഹായതേട്ടവും ശിർക്കിലേക്കുള്ള വസീലയാണ്, അത് ഹറാമാണ്. നബിയോ സഹാബത്തോ അങ്ങനെ പഠിപ്പിച്ചിട്ടില്ല. ജിന്നുണ്ടാകാമല്ലോ, എവിടെയും ജിന്നുണ്ടാകാമല്ലോ എന്ന നിലക്ക് സഹാബികൾ ആരും തന്നെ അല്ലെങ്കിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോ ജീവിതത്തിൽ ഒരു ഘട്ടത്തിലും ഒരു സഹായതട്ടവും ജിന്നുകളോട് നടത്തിയിട്ടില്ല. അതുകൊണ്ട് അതും ഇസ്ലാഹി പ്രസ്ഥാനം അംഗീകരിക്കുന്നില്ല. ഇസ്ലാഹി പ്രസ്ഥാനത്തിൽ ആർക്കും അങ്ങനെ ഒരു വാദവുമില്ല എന്ന് സഹോദരി മനസ്സിലാക്കണം. ആദർശ വിശദീകരണങ്ങളുടെ സീഡികൾ, അതുപോലെ തന്നെ ഇതുപോലെയുള്ള മുഖാമുഖങ്ങളുടെ സീഡികൾ കാണുമ്പോൾ നിങ്ങൾക്കത് ബോധ്യപ്പെടും എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ചോദ്യകർത്താവിന് വേണ്ടി ഞാൻ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും. ചോദ്യകർത്താവ് ആദ്യം സ്വയം പരിചയപ്പെടുത്തിയ പേരും സ്ഥലവും പറയാം. എൻ്റെ പേര് ജവാദ് എന്നാണ്. ഞാൻ മാരിയാട് സ്വദേശിയാണ്. എൻ്റെ ചോദ്യം, ഇന്നത്തെ നമ്മുടെ പരിപാടിയുടെ പ്രമേയം തന്നെ പ്രാർത്ഥന അള്ളാഹുവിനോട് മാത്രം എന്നതാണല്ലോ. കേരളത്തിലെ സംവാദവേദികളിൽ ഒരുപാട് കാലമായി പ്രാർത്ഥന എന്നൊരു പദം അനുവാചകർക്കിടയിൽ ഒരു കൺഫ്യൂഷൻ സൃഷ്ടിക്കുന്ന രൂപത്തിൽ ചർച്ച ചെയ്യപ്പെടുന്നു. പ്രാർത്ഥന എന്നതിന്റെ സ്വീകാര്യയോഗ്യമായ പൊതുവെ അംഗീകൃതമായ പണ്ഡിതന്മാർ എന്താണ് പ്രാർത്ഥന എന്ന പദത്തിന് വ്യക്തമായ നിർവചനം നൽകിയത്? അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹി അൽഹംദുലില്ലാഹി അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹിം വഅലാ ആലി ഇബ്രാഹിം ഇന്നക ഹമീദും മജീദ്. സഹോദരൻ ജവാദ് എന്ന് സ്വയം പരിചയപ്പെടുത്തിയ സുഹൃത്ത്, അദ്ദേഹം ചോദിച്ചത് കുറെ കാലമായി പ്രാർത്ഥന എന്ന പദവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നമ്മുടെ നാടുകളിൽ സജീവമായി നടക്കുന്നു. എന്നാൽ എന്താണ് പ്രാർത്ഥന എന്നാണ്. ഇത് ജവാദിന്റെ മാത്രം ചോദ്യമാണ് എന്ന് ഞങ്ങൾക്ക് അഭിപ്രായമില്ല. കാരണം ജീവിതത്തിൽ പല തവണ പ്രാർത്ഥന എന്ന പദവുമായി ബന്ധപ്പെട്ട് പലതരം ചർച്ചകളിൽ നിത്യജീവിതത്തിലുടനീളം പങ്കുകൊള്ളുന്ന ആളുകളാണ് ജവാദ് അടക്കമുള്ള മുഴുവൻ മുസ്ലിങ്ങളും. ഇവിടെ അത്താണിക്കൽ നിന്ന് 2-3 കിലോമീറ്റർ അപ്പുറത്ത് ഒരു കച്ചവടക്കാരൻ തങ്ങളുണ്ട്. അയാൾ ഇടയ്ക്കിടയ്ക്ക് നോട്ടീസ് ഇറക്കും, പ്രാർത്ഥനാ സമ്മേളനം. ഇതുവരെ ജവാദോ കൂടെയുള്ളവരോ അവിടെ പോയിട്ട് എന്താ തങ്ങളെ നിങ്ങൾ ഉദ്ദേശിച്ച പ്രാർത്ഥന, നിങ്ങൾ കുറെ കാലായാലൊപ്പം ഇങ്ങനെ പ്രാർത്ഥനാ സമ്മേളനം നടത്തി, എനിക്ക് എന്താ സംഗതി മനസ്സിലായിട്ടില്ല എന്ന് അവിടെ പോയി ചോദിച്ചിട്ടില്ല എന്നതാണല്ലോ വസ്തുത. അതേപോലെ പല പള്ളിയുടെയും മുമ്പിൽ എഴുതി വെക്കാറുണ്ട്, ഇന്ന് മഗ്‌രിബിന് ശേഷം ദുആ മജ്‌ലിസ് ഉണ്ട്, ഈ പ്രാർത്ഥനാ മജ്‌ലിസ് ഉണ്ട്. അവിടെയും പോയി ഉസ്താദിനോട്, ഉസ്താദ് എന്താ ഇപ്പൊ കുറെ കാലമായി ഇവിടെ എല്ലാ തിങ്കളാഴ്ച ഒരു പ്രാർത്ഥനാ മജ്‌ലിസ്, എന്താ ഈ പ്രാർത്ഥന? ജവാദ് ഉത്തരം ശ്രദ്ധിക്കണില്ല. ജവാദ് ഉത്തരം ശ്രദ്ധിക്കും, ചോദിക്കാൻ മാത്രമാവില്ല. കൂടെയുള്ള ആള് ശല്യപ്പെടുത്തത് അദ്ദേഹം കേൾക്കട്ടെ. അപ്പൊ എന്താ ഉസ്താദ് ഈ പ്രാർത്ഥന, എന്താ ഈ ദുആ? ഞങ്ങൾക്കിത് മനസ്സിലാണ്, ഞാൻ കുറെ ആഴ്ച നിങ്ങൾ ഇങ്ങനെ ഇതിന്റെ പേരിൽ പൈസ ഉണ്ടാക്കുന്നത് എന്ന് അവിടെ പോയി ചോദിച്ചിട്ടില്ല. അതേപോലെ പരസ്പരം കാണുമ്പോൾ മുസ്ലിമീങ്ങളായ മതബോധമുള്ള ആളുകളൊക്കെ പലപ്പോഴും പല വിഷയത്തിലും
പ്രാർത്ഥിക്കാൻ വേണ്ടി വസിയത്ത് ചെയ്യാറുണ്ട്. ഒന്ന് പ്രാർത്ഥിക്കണം, ഒന്ന് ദ്വാരിക്കണം എന്ന് പലരും പറയാറുണ്ട്. അവിടെയും ഈ കാലം വരെ ആരെങ്കിലും ഒരാള് പ്രാർത്ഥിക്കണം കേട്ടോ എന്ന് പറയുമ്പോൾ എന്താ ഈ പ്രാർത്ഥന എന്ന് അവിടെയും ചോദിച്ചിട്ടില്ല. അതുകൊണ്ട് ആ പറയുന്ന സ്ഥലത്തൊക്കെ പ്രാർത്ഥന എന്ന് പറയുമ്പോൾ എന്താണോ ജവാദും ഞാനും അടക്കമുള്ള ഈ നാട്ടിലെ സുന്നി മുജാഹിദ് വ്യത്യാസമില്ലാതെ, എത്രത്തോളം എന്ന് വെച്ചാൽ ജമാഅത്തെ ഇസ്ലാമിയെ പോലുള്ള രാഷ്ട്രീയക്കാരൻ പോലും അംഗീകരിക്കുന്ന, അതിനുമപ്പുറത്ത് ഇനി ഹൈന്ദവര് പോലും പ്രാർത്ഥന എന്ന പദം സാധാരണയായി ഉപയോഗിക്കുന്നു. എല്ലാവരും പ്രാർത്ഥന എന്ന് പറയുമ്പോൾ എന്താണോ അതുകൊണ്ട് ലക്ഷ്യമാക്കുന്നത് ആ പ്രാർത്ഥന അള്ളാഹുവിനോടെ പാടുള്ളൂ എന്നതാണ് ഈ പ്രമേയത്തിന്റെ ആശയം. പ്രാർത്ഥന എന്ന് മലയാള വാക്കാണ്. ആ മലയാള പദത്തിന് ധാരാളം അർത്ഥങ്ങൾ ഉണ്ടാവും. സാധാരണ അലവി സഖാഫിയെ പോലുള്ള ആളുകളൊക്കെ ശബ്ദധാരാവലിയുമായി വരാറുണ്ട് മുഖാമുഖ വേദികളിൽ. അവർ വായിക്കും, ഇതാ നീലകണ്ഠേശ്വരം പറയുന്നു ശബ്ദധാരാവലിയിൽ എന്ന് പറഞ്ഞിട്ട് പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ യാചിക്കുക എന്നർത്ഥമുണ്ട്, ചോദിക്കുക എന്നർത്ഥമുണ്ട്, അപേക്ഷിക്കുക എന്നർത്ഥമുണ്ട് എന്ന് പറഞ്ഞ് അവർ സാധാരണ ചില നാടകങ്ങൾ കളിക്കാറുണ്ട്. ജവാദിനെ പോലുള്ള സാധാരണക്കാരായ ആളുകൾക്ക് അത്തരം കുതന്ത്രങ്ങൾ ഇല്ല എന്നതുകൊണ്ടാണ് ഈ രൂപത്തിൽ വിശദീകരിച്ചത്. പരസ്പരം ചോദിക്കുക, യാചിക്കുക, അപേക്ഷിക്കുക എന്ന അർത്ഥങ്ങളിൽ മലയാളത്തിൽ ആ പദം ഉപയോഗിക്കാറുണ്ടാവും. പക്ഷെ പ്രാർത്ഥന അല്ലാഹുവിനോട് മാത്രം എന്ന് പറയുമ്പോൾ, സാധാരണ പള്ളിക്ക് ഉസ്താദങ്ങൾ പ്രാർത്ഥിക്കുക എന്ന് പറയുമ്പോൾ ഏതു പ്രാർത്ഥനയാണോ ജവാദ് ഉദ്ദേശിക്കാറ്? പ്രാർത്ഥനാ സമ്മേളനം എന്ന് ഖലീൽ ബുഖാരി എന്ന കച്ചവടക്കാരൻ നോട്ടീസ് അടിക്കുമ്പോൾ അയാൾ എന്താണോ അതുകൊണ്ട് അർത്ഥമാക്കുന്നത്? ലോക മുസ്ലിമീങ്ങൾ അഖിലവും നമ്മുടെ നാട്ടിലുള്ളവരും എല്ലാവരും ദ്വാരിക്കുക, പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞാൽ എന്താണോ ഉദ്ദേശിക്കുന്നത് ആ പ്രാർത്ഥന അല്ലാഹു അല്ലാത്തത് പറ്റുമോ ഇല്ലേ? ഇനി അത് എന്നാലും വ്യക്തമല്ല, ക്ലിയർ ആകുന്നില്ല എന്നാണെങ്കിൽ ഇപ്പോൾ ഏറ്റവും അവസാനം നാം നിർവഹിച്ച നമസ്കാരത്തിലും നമ്മൾ നടത്തിയ ഒരു പ്രാർത്ഥനയുണ്ട്. അതാണ് ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം. അതൊരു പ്രാർത്ഥനയാണ് എന്ന കാര്യത്തിൽ തർക്കമില്ലല്ലോ. ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാല്ലീൻ എന്നത് ദുആ ആണ്, പ്രാർത്ഥനയാണ് എന്ന കാര്യത്തിൽ നമുക്ക് ആർക്കും തർക്കമില്ല. ആ ഒരു തേട്ടം അത് റബ്ബല്ലാത്തോട് പറ്റുമെന്ന് സമസ്തക്കാർ പ്രചരിപ്പിക്കുന്നു. നേരത്തെ നാം ക്ലിപ്പ് കേട്ടു മംഗലാപുരം സംവാദത്തിൻ്റെത്. അവിടെ മുജാഹിദുകൾ ചോദിച്ചു, സട്ടാവാണെന്ന വിശ്വാസമില്ലെങ്കിൽ ശൈഖന്മാരുടെ തേട്ടം ശിർക്കാവുക ഇല്ല എന്ന് മുസ്ലിയാക്കന്മാർ വാദിച്ചപ്പോൾ അവിടെ മുജാഹിദുകൾ ചോദിച്ചു, എങ്കിൽ ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാല്ലീൻ ആമീൻ എന്ന തേട്ടം മുഹീദ്ദീൻ ശൈഖിനോട് ആകാമോ സൃഷ്ടാവല്ല എന്ന് വിശ്വസിച്ചുകൊണ്ട് അതിന് മറുപടി പറഞ്ഞ നമ്മുടെ സമീപ പ്രദേശത്തുകാരനായ പനങ്ങാനക്കാരൻ MT അബൂബക്കർ ദാരിമി, അയാള് വളരെ വ്യക്തമായി 3 പ്രാവശ്യം ആവർത്തിച്ചു പ്രഖ്യാപിച്ചു, അത് ശിർക്കല്ല, കുഴപ്പമില്ല, തകരാറില്ല എന്ന് ആവർത്തിച്ചു പ്രഖ്യാപിച്ചു. അപ്പൊ ആ മംഗലാപുരത്ത് സംവാദത്തിൽ ഞങ്ങൾ അത് ചോദിച്ചു, ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം എന്ന ഈ തേട്ടം അത് ശൈഖിനോട് പറ്റുമോ? അപ്പൊ ഏതായിരുന്നാലും ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാല്ലീൻ ആമീൻ എന്ന ഫാത്തിഹ സൂറയിലെ തേട്ടം അത് മുഹീദ്ദീൻ ശൈഖിനോട് ആവാം. ഖാലിഖാണ് വിശ്വാസമില്ലെങ്കിൽ, സൃഷ്ടാവാണ് വിശ്വാസമില്ലെങ്കിൽ അത് ശിർക്കല്ല, കുഴപ്പമില്ല, വിരോധമില്ല എന്ന് പറഞ്ഞിടത്താണ് പ്രാർത്ഥന അല്ലാഹുവിനോട് മാത്രം എന്ന ഈ ചർച്ച പ്രസക്തമാകുന്നത്. ആ ഒരു പ്രാർത്ഥന അത് റബ്ബിനോടെ പാടുള്ളൂ എന്നതാണ് ഈ പ്രമേയത്തിലൂടെ ഉദ്ദേശിക്കപ്പെട്ടത്. പിന്നെ അറബി കിതാബിലെ നിർവചനമാണെങ്കിൽ അത് അഹ്ലുസുന്നയുടെ പണ്ഡിതന്മാർ പലരും പല രൂപത്തിൽ നിർവചനങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഏതായിരുന്നാലും അതിന്റെ ആവശ്യം നമ്മളെ സംബന്ധിച്ചില്ല എന്ന് തന്നെയാണ് വ്യക്തം. അതല്ല വെറുതെ ചോദിക്കാൻ വേണ്ടിയാണെങ്കിൽ നിവൃത്തിയൊന്നുമില്ല. പ്രാർത്ഥന എന്ന് എന്താണ് എന്ന് മനസ്സിലായിട്ടില്ല എന്നാണെങ്കിൽ അവർക്കെല്ലാം വ്യക്തമായി ബോധ്യമാകാവുന്ന രൂപത്തിൽ നാം വിശദീകരിച്ച് കഴിഞ്ഞു. ഇനി അതുമായി ബന്ധപ്പെട്ട് ക്ലിയർ ആയിട്ടില്ലെങ്കിൽ സഹോദരൻ വീണ്ടും ചോദിക്കാമെന്നാണ് സൂചിപ്പിക്കാനുള്ളത്. ഉസ്താദേ, ഞാൻ ചോദിച്ചത് പ്രാർത്ഥന എന്ന പദത്തിന്
സ്വീകാര്യയോഗ്യമായ ഇമാമിയങ്ങൾ പണ്ഡിതന്മാർ നൽകിയ നിർവചനം എന്താണ് എന്നാണ്. ശബ്ദധാരാവലിയിൽ അലവി സഖാഫി പറഞ്ഞതോ MT അബൂബക്കർ ദാരിമി പറഞ്ഞതോ എന്തെന്ന് എനിക്കറിയണ്ട. ഇമാമിയങ്ങൾ അല്ലെങ്കിൽ അംഗീകാരയോഗ്യമായ പണ്ഡിതന്മാർ കിതാബുകൾ നിർവചനം എന്ന് പറയുന്നത് അതിൽ ഏറ്റാനോ കുറക്കാനോ ഒന്നുമില്ലാത്ത കൃത്യമായ അതിനെക്കുറിച്ചുള്ള വിശദീകരണമാണ്. ഇമാമികൾ നൽകിയ അംഗീകൃതമായ നിർവചനം, അള്ളാഹുവോട് മാത്രം ചെയ്യാൻ പറ്റിയ പ്രാർത്ഥന, ആ പ്രാർത്ഥനയെ അതിന് സ്വീകാര്യോഗ്യമായ പണ്ഡിതന്മാർ നൽകിയ നിർവചനം എന്താണ് എന്നതാണ് എന്റെ ചോദ്യം. പ്രാർത്ഥന എന്ന വാക്ക് മലയാള വാക്കാണ്. അതിന് ഇമാമിങ്ങളെ കിതാബ് കാണൂല, അത് അറബിയിലുള്ള കിതാബാണ്. ദുആ എന്നത് നിങ്ങൾ ചോദിക്കുകയാണെങ്കിൽ അത് ശരിയായി, നിങ്ങൾ ഉദ്ദേശിച്ച അതായിരിക്കും അല്ലേ? അപ്പൊ ദുആ എന്നാണ് നമ്മൾ പ്രാർത്ഥനക്ക് അറബി പറയാറുള്ളത്. ദ്വാർക്ക എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയുന്നതാണ്. ഇപ്പോ വൈസം മുസ്ലിയാർ പറഞ്ഞത്. മണ്ണാർക്കാട് ഈ ചോദ്യം ചോദിച്ചപ്പോ ജൗഹറത്തു തൗഹീദിന്റെ ഹാഷിയായ ഹാഷിയത്തുൽ ബൈജൂരിന് ഞങ്ങള് ഒരു നിർവചനം വായിച്ചു കൊടുത്തിരുന്നു. അത് വേണമെങ്കിൽ ഇപ്പോഴും കേൾപ്പിക്കാം. വഇന്ദനാ മആശിരി അഹ്ലി സുന്ന അന്ന ദുആ അല്ലദീ ഹുവ ത്വലബു അലാ സബീലി തളർറു. അഹ്ലുസുന്നത്തിന്റെ ആളുകളായ നമ്മുടെ അടുക്കൽ ദുആ എന്ന് പറഞ്ഞാൽ വിനയത്തോടു കൂടിയുള്ള അപേക്ഷ, ചോദ്യം എന്നാണ് അർത്ഥം. അങ്ങേയറ്റത്തെ താഴ്മയോടുകൂടി വണക്കത്തോടു കൂടി ചോദിക്കുക എന്നാണ്. വഖീല റഫ്ഉൽ ഹാജാത്തി ഇലാ റാഫിഇ ദറജാത്ത്, ദർജകൾ ഉയർത്തി തരുന്ന അല്ലാഹു ആവശ്യങ്ങൾ നിവർത്തിച്ചു തരൽ എന്നും അതിന് അർത്ഥമുണ്ട്. ഇത് ഹാഷിയത്തുൽ ബൈജൂരിയിൽ ഉള്ളതാണ്. ഇനി മിർഖാത്തിൽ മുല്ല അലിയുൽ കാരി പറഞ്ഞിട്ടുള്ള മറ്റൊരു നിർവചനമുണ്ട്. ത്വലബുൽ അദ്നാ ബിൽ ഖൗലി മിനൽ അഅ്ലാ ഷൈഅൻ അലാ ജിഹത്തിൽ ഇസ്തികാനത്തി, താഴ്മയോടെ വിനയത്തോടു കൂടി ഉന്നതനായ ഒരാളിൽ നിന്ന് താഴ്ന്ന ഒരാൾ എന്തെങ്കിലും ചോദിക്കുക, അതാണ് ത്വലബുൽ അദ്നാ. താഴ്ന്ന ആൾ ചോദിക്കലാണ്. ബിൽ ഖൗലി വാക്കുകൊണ്ട്, മിനൽ അഅ്ലാ ഉന്നതനായ ഒരാളിൽ നിന്ന്, അലാ വജ്ഹിൽ ഇസ്തികാനത്തി താഴ്മയോടുകൂടി. ഇതാണ് ദുആക്ക് പൊതുവെ നൽകിയിട്ടുള്ള നിർവചനം. അപ്പൊ അങ്ങേയറ്റത്തെ വിനയവും താഴ്മയുമാണല്ലോ ഇബാദത്തിന്റെ നിർവചനമായി നമ്മൾ എല്ലാവരും പറഞ്ഞിട്ടുള്ളത്. എല്ലാ പൂർവ്വസൂരികളായ പണ്ഡിതന്മാരും പറഞ്ഞാൽ അഖ്സാ ഗായത്തിൽ ഖുദൂഇ വതദല്ലുൽ, അങ്ങേയറ്റത്തെ വിനയവും താഴ്മയും, അതാണ് ഇബാദത്ത്. അപ്പൊ ഈ ചോദ്യത്തിൽ അങ്ങേയറ്റത്തെ വിനയവും താഴ്മയും ഉണ്ടാകുന്നുണ്ട്. അതുകൊണ്ട് അത് ഇബാദത്താകുന്ന ദുആയാണ്. അത് അള്ളാഹിനോട് മാത്രമേ പാടുള്ളൂ. അത് മുഹ്യിദ്ദീൻ ശൈഖിനോടും ബദരീകളോടും അംബർ തങ്ങളോടും ആളുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. അതുകൊണ്ടാണ് അള്ളാഹുവിനോട് മാത്രമേ ദുആ ചെയ്യാവൂ എന്ന ആയത്ത് നമ്മൾ അവരോട് ഓതുന്നത്. അതുകൊണ്ട് നിർവചനം പറഞ്ഞില്ല എന്ന് പറയേണ്ട, നിർവചനക്ക് എല്ലാവർക്കും അറിയാം. ഇവിടെ നിർവചനം അറിയാത്തതൊന്നല്ല പ്രശ്നം. ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന അള്ളാഹു അല്ലാത്തവരോടുള്ള ദുആ, അത് ദുആ അല്ല എന്ന് വരുത്തി തീർക്കണം. അതിനാണ് ശബ്ദധാരാവലിയിലേക്കും അതുപോലെ തന്നെ മറ്റേ രാമായണത്തിന്റെ വ്യാഖ്യാനം പറയുന്ന പുസ്തകത്തിലേക്കും ബൈബിളിന്റെ വ്യാഖ്യാനം പറഞ്ഞ പുസ്തകത്തിലേക്കും ഒക്കെ മുസ്ലിയാക്കന്മാർ പോകുന്നത്. അവരാരും അഹ്ലുസുന്നയുടെ കിതാബ് എടുക്കൂല. നജീബ് മുസ്ലിയാർ എപ്പോഴും പറയല് ബൈബിളിന്റെ വ്യാഖ്യാനം പറയുന്ന നിഘണ്ടുവിൽ നിന്നാണ്. അതുപോലെ ശബ്ദധാരാവലി ഭാഷയിൽ മലയാളത്തിൽ അർത്ഥം പറയുന്ന പുസ്തകമാണ്. അറബിയിൽ ദുആന്റെ നിർവചനമാണ് ഞാനിവിടെ പറഞ്ഞത്. സഹോദരൻ അത് മനസ്സിലായിട്ടുണ്ടാകും എന്ന് കരുതുന്നു. അത്താണിക്കൽ നിവാസികൾക്കാണ് നമ്മൾ പ്രഥമ പരിഗണന എന്ന് പറഞ്ഞിരുന്നു. അത്താണിക്കൽ സ്വദേശികൾ ഇവിടെ ചോദിക്കാൻ വന്നിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് അവരുടെ ചോദ്യം കഴിഞ്ഞാൽ സഹോദരർ വീണ്ടും അവസരം നൽകുന്നതാണ്. പിന്നെ എൻ്റെ പേര് അനസ് എന്നാണ്. ഞാൻ ഈ നാട്ടുകാരനായ SKSFന്റെ പ്രവർത്തകരാണ്. എൻ്റെ ചോദ്യം, ഗതി മുട്ടിയ നേരത്ത് ഒരാൾ യാ ഇബാദല്ലാ എന്നൊരാൾ പറഞ്ഞാൽ സഹായം പ്രതീക്ഷിക്കാം എന്നുള്ളതാണല്ലോ നിങ്ങളുടെ വാദം. ഇതിന് വിശുദ്ധ ഖുർആനിൽ നിന്നൊരു ഉദ്ധരണി ഉദ്ധരിക്കാമോ? അങ്ങനെയൊരു വാദം തന്നെ ഞങ്ങൾക്കില്ല. ഗതി മുട്ടിയ സമയത്ത് യാ ഇബാദല്ലാ എന്ന് വിളിച്ചാൽ സഹായം കിട്ടും എന്നൊരു വാദം തന്നെ ഞങ്ങൾക്കില്ല. ഞങ്ങളെ വാദം നിങ്ങൾ തെറ്റിദ്ധരിച്ചതാണ്. എവിടെയാണ് ഞങ്ങൾ അങ്ങനെ പറഞ്ഞിട്ടുള്ളത്? ഞങ്ങൾ പറഞ്ഞിട്ടുള്ള അങ്ങനെ പാടില്ല എന്നാണ്. യാ ഇബാദല്ലാ അഈനൂനി അല്ലെങ്കിൽ യാ ഇബാദല്ലാ അഗീസൂനി എന്ന ഹദീസ് ദുർബലമാണ്, അതുകൊണ്ട് അമൽ ചെയ്യാൻ പാടില്ല എന്നാണ് ഞങ്ങൾ പറഞ്ഞിട്ടുള്ളത്. ഞങ്ങൾ ഒരുപാട് സ്റ്റേജുകളിൽ അത് വ്യക്തമാക്കിയിട്ടുണ്ട്. മണ്ണാർക്കാട് സംവാദത്തിൽ ചോദിച്ചു, അന്നും ഞങ്ങൾ പറഞ്ഞു ഹദീസ് ദുർബലമാണ്, തെളിവിന് കൊള്ളാത്തതാണ്. ഇനി സഹീഹാണെങ്കിൽ തന്നെ നമ്മൾ തമ്മിലുള്ള തർക്കത്തിലുള്ള ഇസ്തിഗാസ പ്രാർത്ഥന അതിലില്ല. അതുകൊണ്ട് യാ ഇബാദല്ലാ എന്ന് പറഞ്ഞാൽ സഹായം കിട്ടും എന്ന നിലക്ക് അങ്ങനെ വിളിക്കാമെന്ന് ഗതി മുട്ടിയ സമയത്തോ ഗതി മുട്ടാത്ത സമയത്തോ അങ്ങനെ പറയാമെന്ന് ആരും പറഞ്ഞിട്ടില്ല. ചില ആളുകൾക്കൊക്കെ ഒരു വിചാരമുണ്ട്, ഗതി മുട്ടിയാലേ പ്രാർത്ഥനയാകുള്ളൂ. ഗതി മുട്ടണമെന്നില്ല. പ്രാർത്ഥനയാകണം എന്നുണ്ടെങ്കിൽ ഒരാളുടെ മനസ്സിൽ ഞാൻ നേരത്തെ പറഞ്ഞ
അഖസാഗായത്തിൽ ഖുദൂഇ വത്തദല്ലുൽ, അങ്ങേയറ്റത്തെ വിനയവും താഴ്മയും ഉണ്ടായാൽ അത് ഗതിമുട്ടാത്ത സമയത്തും പ്രാർത്ഥനയാകും എന്ന് സഹോദരൻ മനസ്സിലാക്കുക. നിങ്ങളുടെ ഇസ്ലാഹിൽ അത് പറഞ്ഞിട്ടുണ്ടല്ലോ. ഇസ്ലാഹ് ഒന്ന് എടുത്ത് നിങ്ങൾ വായിക്കണം. യാ ഇബാദല്ലാ എന്ന് വിളിച്ചാൽ സഹായം കിട്ടും എന്ന് ഞങ്ങൾ പറഞ്ഞതായിട്ട് നിങ്ങളൊന്ന് വായിക്കണം. ഇസ്ലാഹിന്റെ 2013 ഫെബ്രുവരി മാസത്തെ ഒരു മാസിക, അതില് ജബ്ബാർ മൗലവിയുടെ ഒരു ലേഖനമാണ് സഹായാർത്ഥയും പ്രാർത്ഥനയും. ഇതില് 29ാമത്തെ പേജിൽ അതിനൊക്കെ ന്യായീകരിച്ചുകൊണ്ട് പറഞ്ഞു, സഹായിക്കാൻ ആരെയും കാണാതെ അത്യധികം വിഷമത്തിൽ അകപ്പെടുന്ന സമയത്ത് യാ ഇബാദല്ലാ എന്ന് വിളിച്ചാൽ അള്ളാഹുവിന്റെ മലക്കുകളും ജിന്നുകളും ആ ഗതി മുട്ടിയ മുഅ്മിനിനെ സഹായിക്കാൻ എത്തുമെന്ന് പ്രതീക്ഷിക്കാം എന്നാണല്ലോ ഉമർ മൗലവി റഹിമഹുല്ല എന്നിവിടെ ബ്രാക്കറ്റിലുണ്ട് സൽസബിലൂടെ അംഗീകരിച്ച് പഠിപ്പിച്ചു തന്നത്. അപ്പൊ ജബ്ബാർ മൗലവി മുശ്രിക്കാണോ? ചോദ്യം നന്നായിട്ടുണ്ട്, അദ്ദേഹത്തിന് കാര്യം മനസ്സിലായിട്ടില്ല. യാ ഇബാദല്ലാ അഈനൂനി, നിങ്ങൾ തക്ബീർ ഉച്ചങ്ങ് കേൾക്കാൻ പറ്റുമോ? യാ ഇബാദല്ലാ അഈനൂനി എന്ന ഹദീസിനെ സംബന്ധിച്ച് 1971 ചോദ്യം, ഹലോ ബഹളം ഉണ്ടാക്കരുത്, നിങ്ങൾ കേട്ടാ മതി. ഞാൻ സഹോദരങ്ങളെ, എല്ലാവർക്കും ചോദിക്കാൻ ഇവിടെ അവസരം കൊടുക്കും. ആര് ശബ്ദമുണ്ടാക്കി തക്ബീർ ശബ്ദമുണ്ടാക്കേണ്ടതില്ല. ഈ പരിപാടി ഇതുവരെ സുഗമമായി നടന്നു പോവുകയാണ്. ആർക്കും, എല്ലാ സഹോദരന്മാർക്കും നമ്മുടെ പ്രവർത്തകന്മാർ അവിടെ ഇരിക്കുക. ആരും ശബ്ദമുണ്ടാക്കേണ്ടതില്ല. ഇവിടെ എല്ലാ ആളുകൾക്കും കൃത്യമായി ചോദിക്കാൻ ഇവിടെ അവസരം കൊടുക്കും. സഹോദരൻ, ഇവിടെ ആളുകൾ മറുപടി പറയുന്നത് ശ്രദ്ധിക്കുക. നമ്മുടെ പ്രവർത്തകന്മാർ അവിടെ ഇരുന്നോളൂ, ഒരു പ്രശ്നവുമില്ല. ഇവിടെ എല്ലാവർക്കും ചോദിക്കാൻ അവസരം കൊടുക്കും ഇൻഷാ അല്ലാഹ്. ആ ചോദ്യങ്ങൾക്ക് കൃത്യമായി മറുപടി പറയും. മറുപടി തൃപ്തികരം വീണ്ടും ചോദിക്കാം. ഒരു പ്രശ്നം ഇവിടെ അല്ല. മറുപടി ശ്രദ്ധിക്കാം. ആ സഹോദരൻ ഇനി വല്ല ഉപചോദ്യം ചോദിക്കാറുണ്ടെങ്കിൽ ചോദിക്കാം. ചോദ്യം ചോദിച്ച ആള് ഉത്തരം കേൾക്കണം. നിങ്ങൾ ഉത്തരം കേൾക്കണം. ഉമർ മൗലവി റഹിമഹുല്ല 1971 സൽസബീലിൽ ഈ ഹദീസിനെ സംബന്ധിച്ച് ചോദിച്ചപ്പോൾ കൊടുത്ത മറുപടിയെയാണ് അബ്ദുൽ ജബ്ബാർ മൗലവി പരാമർശിച്ചത്. ഹദീസ് സഹീഹല്ല, അത് സനദ് മുറിഞ്ഞു പോയിട്ടുണ്ട് എന്ന് മൗലവി അവിടെ ആദ്യം പറഞ്ഞിട്ടുണ്ട്. അബ്ദുറഹ്മാൻ മദനി പാലത്ത് എഴുതി മൗലവി അംഗീകരിച്ച ലേഖനത്തിൽ. കുട്ടി, അവൻ പരിപാടി ശ്രദ്ധിക്കട്ടെ. അവൻ ചോദ്യത്തിന് ഉത്തരം കേൾക്കുന്നില്ലല്ലോ. അയാൾ ഉത്തരം ശ്രദ്ധിക്കട്ടെ. മോനെ, ഉത്തരം ശ്രദ്ധിക്കുക. ഉത്തരം ശ്രദ്ധിക്കുക. അപ്പോ യാ ഇബാദല്ലാ അഈനൂനി എന്ന ഹദീസ് പയ്യോളിയിൽ ഒരു മുസ്ലിയാര് മരിച്ചവരെ വിളിച്ച് പ്രാർത്ഥിക്കാൻ തെളിവാക്കുന്നുണ്ട്. അത് പയ്യോളിക്കാര് സൽസബീലിന് അയച്ചു കൊടുത്തു. അപ്പൊ കൊടുത്ത മറുപടിയാണ് ഹദീസ് ലഈഫാണ്. ഇനി സഹീഹാണെങ്കിൽ ഈ പറഞ്ഞതുപോലെയാണ്, സഹായം കിട്ടുമെന്ന് പ്രതീക്ഷിക്കാം. അത് എങ്ങനെയുള്ളൂ? മയ്യത്തി ശൈഖെ രക്ഷിക്കണേ എന്ന് പറഞ്ഞതുപോലത്തെ പ്രാർത്ഥന അതിലില്ല. കണ്ടോ? ഇവിടെ സഹോദരൻ നേരത്തെ ചോദിച്ചത് ഗതിമുട്ടിയ നേരത്ത് യാ ഇബാദല്ലാ എന്ന് വിളിച്ചാൽ സഹായം കിട്ടും എന്ന് നിങ്ങൾക്ക് വാദമുണ്ടോന്നാ? ഞങ്ങൾക്ക് വാദമല്ല. ആ ഹദീസ് ലഈഫാണ്. സഹീഹാണെങ്കിൽ അതിന്റെ ഉദ്ദേശം ആ പറഞ്ഞതാണ്. വിജനമായ സ്ഥലത്ത് ഗതിമുട്ടിയൊരു നേരത്ത് അള്ളാഹുവിന്റെ അടിമകളെ എന്നെ സഹായിക്കണേ എന്ന് വിളിച്ചു തേടാം എന്ന് ആ ഹദീസ് ഉദ്ധരിച്ചുകൊണ്ട് പയ്യോളിയിലെ മുസ്ലിയാര് പറഞ്ഞപ്പോ ആ ഹദീസിലെ സന്ദേശം ഇതാണ്. പക്ഷെ ഹദീസ് ലഈഫാണ്, അതുകൊണ്ട് ആ സന്ദേശത്തിന് യാതൊരു വിലയുമില്ല. അതാണ് ആ പറഞ്ഞതിന്റെ അർത്ഥം. ഹദീസ് സഹീഹാണെങ്കിൽ നിങ്ങൾ പറഞ്ഞത് ശരിയാണ്, പക്ഷെ ഹദീസ് ദുർബലമാണ് എന്നാണ് ഞാൻ ആദ്യം തന്നെ പറഞ്ഞത്. പിന്നെ മൊയ്യദ്ദീൻ ശൈഖെ രക്ഷിക്കണേ എന്ന വിളിക്ക് തുല്യമായൊരു വിളി അതിലോട്ട് ഇല്ലതാനും. അതാണ് തൊട്ടടുത്ത വാചകത്തിൽ ഉമർ മൗലവി റഹിമഹുല്ല പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് യാ ഇബാദല്ലാ എന്നത് ഗതിമുട്ടിയ സമയത്ത് വിളിക്കാമെന്നോ വിളിച്ചാൽ സഹായം കിട്ടുമെന്നോ ഉമർ മൗലവിയും പറഞ്ഞിട്ടില്ല, ജബ്ബാർ മൗലവിയും പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് ജബ്ബാർ മൗലവി മുശ്രിക്കാണോ എന്നാണ് മൂപ്പര ചോദ്യം. ജബ്ബാർ മൗലവിയും മുശ്രിക്കല്ല, ഉമർ മൗലവിയും മുശ്രിക്കല്ല. ആ ഹദീസ് ഉദ്ധരിച്ചുകൊണ്ട് അങ്ങനെ മഹാന്മാരോട് തേടാം, മൊയ്തീൻ ശൈഖിനോട് തേടാം എന്ന് പറയുന്ന ആളുകളാണ് ശിർക്ക് പ്രചരിപ്പിക്കുന്ന ആളുകൾ. ഞങ്ങൾ അതിന്റെ ആളുകളല്ല.
ഉമർ മൗലവി റഹിമഹുല്ല പറഞ്ഞത് ഹദീസ് സ്വഹീഹാണെങ്കിൽ അത്രയിലുള്ളത്, അതും എന്തല്ല, പ്രാർത്ഥനയല്ല. അതാണ്. അയാളെന്നെ ചോദിക്കട്ടെ. നമ്മളെ ഉത്തരവും തൃപ്തികരമല്ല. അവിടെ അതിലും അങ്ങനെ തന്നെ പറഞ്ഞിട്ടുണ്ട്, അങ്ങനെ സഹായം പ്രതീക്ഷിക്കാം എന്ന് റഹിമഹുല്ല പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് വിശ്വാസമുള്ള ആളാണല്ലോ, അത് എന്തെങ്കിലും ഉണ്ടാത്ത് മനസ്സിലായില്ല, ഒന്നുകൂടി പറയാം. നിങ്ങൾക്ക് വിശ്വാസമുള്ള ഒരാളല്ലേ ഉമർ മൗലവി? അപ്പോ ഉമർ മൗലവി നിങ്ങൾ വിശ്വസിക്കണില്ലേ? അതെ, ഉമർ മൗലവി ഹദീസ് ലഈഫാണ് എന്ന് പറഞ്ഞതിന് ശേഷമാണ് അതിലുള്ള വിഷയം എത്രേ ഉള്ളൂ, അതിൽ മൊയ്തീൻ ഷേഖെ രക്ഷിക്കണേ എന്ന വിളിക്ക് യാതൊരു വെളിച്ചമല്ല, അത് ദുർബലമായ ഹദീസാണ്. വ്യക്തമായി തന്നെ പറയുന്നു, ആ ചോദിച്ചത് ദുർബലമായ ഹദീസിനെ പറ്റിയാണ്. ദുർബലമായ ഹദീസാണെന്ന് മേലെ പറഞ്ഞു. സനദ് മുറിഞ്ഞു പോയിട്ടുണ്ട്, അതിന് തെളിവിന് കൊള്ളൂല. ഇനി സനദ് സഹി ആണെങ്കിൽ അതിന്റെ ഉദ്ദേശം ഇതാണ്, ലഈഫായ ഹദീസ് കൊണ്ട് എന്താ അമൽ ചെയ്യാൻ പാടില്ലല്ലോ. അതുകൊണ്ട് ഉമർ മൗലവി പറഞ്ഞത് വളരെ ശരിയാണ്. ഞങ്ങൾ മണ്ണാർക്കാട് എന്ന് പറഞ്ഞല്ലോ, അലവി സക്കാഫിയും അതുപോലെ സുലൈമാൻ സക്കാഫിയും വന്നപ്പോൾ ഞങ്ങൾ പറഞ്ഞെന്താ, ഹദീസ് ദുർബലമാണ്. ഇനി സഹീഹാണെങ്കിൽ തന്നെ നമ്മൾ തമ്മിൽ തർക്കത്തിലുള്ള ഇസ്തിഗാസ അതിലില്ല. ഹദീസ് സഹീഹാണെങ്കിൽ നിങ്ങൾ പറഞ്ഞത് ശരിയാണ്, ഹദീസ് സഹിയാണെന്ന് ഉമർ മൗലവിയും പറഞ്ഞിട്ടില്ല. ഹദീസ് സഹിയാണെന്ന് വാദിച്ച പയ്യോളിയിലെ മുസ്ലിയാർക്ക് കൊടുത്ത മറുപടിയാണത്. ഇനി സഹി ആണെങ്കിലും എത്രേ അതിലുള്ളൂ, മൊയ്തീൻ ഷേഖെ രക്ഷിക്കണേ എന്നുള്ള വിളി അതിലുണ്ടോ? അതിലില്ല. അതുകൊണ്ട് ഉമർ മൗലവി പറഞ്ഞത് അതൊരിക്കലും നിങ്ങൾ പറഞ്ഞ വാദത്തിന് തെളിവല്ല. ഉമർ മൗലവി അങ്ങനെ പറഞ്ഞിട്ടുമില്ല. തൃപ്തികരമല്ല എന്ന് നിങ്ങൾ പറയുന്നത് നിങ്ങൾക്ക് തൃപ്തിയാകുക എന്നുള്ളതല്ല, നിങ്ങൾക്ക് കാര്യം മനസ്സിലാകുക എന്നുള്ളതാണ്. നിങ്ങളെ തൃപ്തിപ്പെടുത്താൻ എനിക്ക് കഴിയില്ലല്ലോ, അത് നിങ്ങൾക്ക് തന്നെ തൃപ്തിയാകണം. അതിൽ നിവൃത്തിയൊന്നുമില്ല. തൃപ്തിയായില്ലെങ്കിലും പറയാനുള്ള മറുപടി ഇതാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ പറഞ്ഞ മറുപടിയിൽ ശരിക്കും വ്യക്തിപരമായ ഒരു മറുപടി അല്ല. നിങ്ങൾ തൃപ്തിയായില്ല അതല്ല അതിന്റെ മറുപടി. ഞാൻ അടുത്തതില് നമ്മുടെ സുഹൃത്തിന് കൈമാറും. അല്ല, നിങ്ങള് എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് അതിന് മറുപടി തൃപ്തികരമാകാത്തത് എന്ന് നിങ്ങൾ പറയണം. നിങ്ങൾ പറഞ്ഞ് യാ ഇബാദല്ലാ എന്ന് ഗതിമുട്ടിയ നേരത്ത് വിളിച്ചാൽ സഹായം കിട്ടുമെന്നാണ് നിങ്ങളുടെ വാദം എന്ന് പറഞ്ഞു. അത് ദുർബലമായൊരു ഹദീസാണ്. അതുകൊണ്ട് ആ ഹദീസ് അനുസരിച്ച് അമൽ ചെയ്യാൻ പാടില്ല. സഹീഹാണെങ്കിൽ നിങ്ങൾ പറഞ്ഞത് ശരിയാണ് എന്നാണ് അവിടെ ഉമർ മൗലവി പറഞ്ഞിട്ടുള്ളത്. അതിനപ്പുറം വായിച്ചാൽ അത് അതുമായി ബന്ധപ്പെട്ട് അതിൽ ഭൗതികം അഭൗതിക കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് ഇതില് ഭൗതികം അഭൗതികം കുറെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് വിശദീകരിച്ചിട്ട്. അപ്പൊ ഈ ഭൗതികം അഭൗതികം എന്നുള്ള രീതിയിലുള്ള നിങ്ങളുടെ നിർവചനം എവിടെയുള്ളത്? നിങ്ങൾ ആദ്യത്തെ നിങ്ങളുടെ ചോദ്യത്തിനാണ് ഞാൻ മറുപടി പറഞ്ഞത്. അതിന് ഭൗതിക അഭൗതികം ഒന്നും പറഞ്ഞില്ലല്ലോ. യാ ഇബാദല്ലാ എന്ന വിളിയുമായി ബന്ധപ്പെട്ട ചോദ്യമാണ് നിങ്ങൾ ചോദിച്ചത്. ആ ചോദ്യത്തിനാണ് ഞാൻ മറുപടി പറഞ്ഞത്. അത് ദുർബലമായ റിപ്പോർട്ടാണ്. അത് 71 ഉമർ മൗലവി എഴുതിയിട്ടുണ്ട്. അവിടെ ജിന്നുകളും മലക്കുകളും അവിടെ രക്ഷക്കെത്തും എന്ന് പറഞ്ഞാണ് ആ ഹദീസ് സ്വഹീഹാണെങ്കിൽ അതിലുള്ളത്. പക്ഷെ ഹദീസ് സ്വഹീഹല്ല, തെളിവിന് കൊള്ളുകയില്ല, പ്രമാണത്തിന് പറ്റുകയില്ല. അതുകൊണ്ട് ആ വ്യാഖ്യാനത്തിന് പ്രസക്തിയില്ല. വ്യാഖ്യാനം ശരിയാകണമെങ്കിൽ ഹദീസ് സ്വഹീയാകണ്ടേ? ദഈഫായ ഹദീസിലുള്ളത് കൊണ്ട് ആ വ്യാഖ്യാനം നമുക്ക് സ്വീകരിക്കാൻ പറ്റില്ലല്ലോ. ഉമർ മൗലവി പറഞ്ഞത് അതാണ്. പിന്നെ ഭൗതികം അഭൗതികം എന്ന് പറഞ്ഞു. നിങ്ങൾ എന്താണ് നിങ്ങൾക്ക് മനസ്സിലാകാത്ത എന്ന് ഞങ്ങൾക്ക് മനസ്സിലായിട്ടില്ല. ഭൗതികമായി മനുഷ്യന്മാർ പരസ്പരം പല കാര്യങ്ങൾക്കും സഹായം ചോദിക്കാറുണ്ട്, അത് ഇസ്ലാം അനുവദിച്ചിട്ടുണ്ട്. പക്ഷേ ജിന്നുകളോടോ മലക്കുകളോടോ എന്തെങ്കിലും ഭൗതിക സഹായം ചോദിക്കാൻ ഖുർആനോ ഹദീസോ പഠിപ്പിച്ചിട്ടില്ല. അത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ഭൗതികമായ കാര്യങ്ങൾ മനുഷ്യന്മാർ പരസ്പരം സഹായം തേടുന്നതിന് ഖുർആൻ അംഗീകരിച്ചിട്ടുണ്ട്, ഹദീസ് അംഗീകരിച്ചിട്ടുണ്ട്. ആരെങ്കിലും നമ്മോട് സഹായം ചോദിച്ചാൽ നമ്മുടെ കഴിവിൽപ്പെട്ട കാര്യങ്ങളിൽ നമ്മൾ അവരെ സഹായിക്കണം. അത് മുസ്ലിമീങ്ങളെ സഹായിക്കൽ പ്രത്യേകിച്ച് ബാധ്യതയായി തന്നെ ഇസ്ലാം എടുത്തു പറഞ്ഞിട്ടുണ്ട്. മൻ കാന ഫി ഹാജത്തി അഖീഹി കാനല്ലാഹു ഫി ഹാജത്തിഹി. ആരെങ്കിലും തന്റെ സഹോദരന്റെ ആവശ്യം നിർവഹിച്ചു കൊടുത്താൽ അള്ളാഹു അവന്റെ ആവശ്യം നിർവഹിച്ചു കൊടുക്കും. വല്ലാഹു ഫി ഔനിൽ അബ്ദി മാ കാനൽ അബ്ദു ഫി ഔനി അഖീഹി. ഒരാൾ തന്റെ സഹോദരനെ സഹായിക്കുമ്പോൾ അള്ളാഹു അവനെ സഹായിക്കും. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിലാണ് സഹായം ചോദിച്ചാൽ സഹായിക്കണം എന്ന് മുസ്ലിമീങ്ങളോട് പറഞ്ഞത്. അതിലിവിടെ ആർക്കും തർക്കമല്ല. അതാണ് ഭൗതികമായ സഹായം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്നാൽ ജബ്ബാർ മൗലവി അത്താണിക്കലുള്ള ആ സഹോദരൻ അവനാണ് പ്രഥമ മുൻഗണന. അവൻ ചോദിച്ചു, അവൻ ആദ്യം പറഞ്ഞു ജബ്ബാർ മൗലവി എഴുതിയിട്ടുണ്ട്. വായിച്ചു നോക്കുമ്പോ ജബ്ബാർ മൗലവി അല്ല ഉമർ മൗലവിയായി. പിന്നെ ഭൗതികം അഭൗതികം. അതുകൊണ്ട് ജബ്ബാർ മൗലവി ജിന്നിനെ വിളിച്ച് സഹായം തേടിയാൽ യാ ഇബാദ വിളിച്ചാൽ സഹായം കിട്ടുമെന്ന് ജബ്ബാർ മൗലവി എഴുതിയതാണ് വായിക്കേണ്ടത്. അത് വായിക്കട്ടെ. ശിർക്കിനെ അത്താണിക്കൽ അല്ലെങ്കിൽ